ഒരു ഭാഗത്തൂടെ ദൂതൻ ഇറങ്ങുന്നു, അടുത്ത വഴി കൂടെ ദൂതൻ കയറി പോകുന്നു. ഞാനങ്ങ് ഈ പുസ്തകം വായിച്ചപ്പോഴൊക്കെ എന്റെ തലയിൽ വരുന്ന ചിന്ത ഇങ്ങനെയാണ്: എന്തിനാ കർത്താവേ ഇത്രയും അധികം ദൂതന്മാര് വന്നിറങ്ങി കണ്ടുപോകുന്നത്? യാക്കോബിനെ കാണാൻ വരിക. ഒരു മർമ്മം ഞാൻ പറയാം, ഒരു ദൂത് പറയാം. സ്വർഗത്തിലെ ദൈവം യാക്കോബിനെ സൂക്ഷിച്ചു നോക്കിയിരുന്നു. യാബോക്ക് നദീതീരത്ത് കിടക്കുന്ന യാക്കോബിനെ ദൈവം നോക്കിയപ്പോൾ ദൂതന്മാര് ചോദിച്ചു, യഹോവേ അങ്ങ് എന്താ താഴോട്ട് നോക്കിയിരിക്കുന്നേ? ദൈവം പറഞ്ഞു, യാബോക്ക് നദീതീരെ ഒരുത്തം വന്ന് കിടപ്പുണ്ട്. അവൻ എന്താ പ്രത്യേകത എന്ന് ദൂതന്മാർ ചോദിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം തന്നെ സാക്ഷ്യം പറഞ്ഞു, ഈ വന്ന് കിടക്കുന്നവൻ സാധാരണ മനുഷ്യനല്ല. ഇവൻ 70 രാജാക്കന്മാരുടെ ഉത്ഭവം. മനസ്സുണ്ട് ഒരു സ്വന്തം പറഞ്ഞിട്ട് ഇവൻ മുഖാന്തരം 12 ഗോത്ര പിതാക്കന്മാർ പുറത്തു വരും. രൂബൻ, ശിമിയോൻ, ലേവി, യഹൂദ, ദാൻ, നഫ്താലി, ഗാദ്, ആസേർ, സെബൂലൂൻ, ജോസഫ് എന്നിവരെന്ന 12 ഗോത്രങ്ങളുടെ പിതാവായി ഇവിടെ കിടക്കുന്നത്. ഇവരിൽ നിന്ന് രാജാക്കന്മാർ 70 പേര് വരും. ഇസ്രായേലിന്റെ നായകനായി ലോകം അറിയപ്പെടുന്ന ഒരുവനാണ് ഇവൻ. ഇവനെ കാണാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇവനിൽ നിന്ന് ചരിത്രത്തിന്റെ ഈടുത്ത ഭാഗം പുറത്തു വരുമെന്ന് സ്വർഗം പറഞ്ഞപ്പോൾ ദൂതന്മാർ പറഞ്ഞു, അവനെ അടുത്ത് കാണാൻ ഒരു ഭാഗ്യം ഞങ്ങൾക്കും വേണം. മനസ്സിലായോ? അവനെ കാണാൻ ഒരു ആഗ്രഹം ചോദിച്ചപ്പോൾ സ്വർഗം പറഞ്ഞു, ഒരു കോവേടി ഇട്ട് കൊടുത്തു. ആ കോവേടി കൊണ്ട് ദൂതന്മാർ വന്ന് യാക്കോബ് ഉറങ്ങിക്കിടന്നു. അടുത്തു വന്ന് കണ്ടുപോയി. ഇന്ന് പകൽ ഞാൻ ഒരു ദൂത് കൈമാറാം. പ്രാർത്ഥിക്കുന്ന നിന്നെ കാണാൻ, സ്വപ്നം കണ്ട നിന്നെ കാണാൻ, വെളിപ്പാടുള്ള നിന്നെ കാണാൻ ആരും വന്നില്ലെങ്കിലും